പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. വിക്രമും അവന്റെ വർക്ക്ഷോപ്പിലെ സുഹൃത്തുക്കളും ശബരിമല ദർശനത്തിനായിട്ടുള്ള വ്രതശുദ്ധിയിലായിരുന്നു. ഇരുമുടിക്കെട്ടുകൾ തലയിലേറ്റി അയ്യപ്പ ദർശനത്തിനായി ഇറങ്ങുമ്പോൾ വിക്രമിന്റെ ഉള്ളിൽ ഒരേ ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. താൻ മല കയറി തിരിച്ചു വരുമ്പോഴേക്കും കാണാതായ തൻ്റെ സ്വന്തം അച്ഛൻ സുധാകര മാഷ് ആ വീട്ടിൽ തന്നെ സുരക്ഷിതമായി തിരിച്ചു മടങ്ങിയെത്തണമെന്നായിരിക്കും. വിക്രത്തിന്റെ അമ്മ കമലമ്മയുടെ കണ്ണുകൾ പ്രാർത്ഥനാ നിർഭയമായിരുന്നു. എൻ്റെ മകൻ മടങ്ങി വരുമ്പോൾ മാഷ് ആ ഉമ്മറത്ത് ഇരിക്കുന്നുണ്ടാവേ സ്വാമിയെ എന്ന് അവർ ഉള്ളുരുകിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഓരോ തുള്ളി കണ്ണുനീരും ആ അമ്മയുടെ മനോവേദനയുടെ ആഴം വിളിച്ചെഴുതുന്നതായിരുന്നു. വിക്രത്തിൻ്റെ ഭാര്യ വേദയും അതേ വിങ്ങിലോടെ തന്നെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആ വീട്ടിൽ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു, നന്ദിനി. അവളുടെ ഉള്ളിൽ ആരും അറിയാതെ വഞ്ചനയുടെയും സ്വാർത്ഥതയുടെയും കനലുകൾ എരിയുന്നുണ്ടായിരുന്നു. അച്ഛൻ ഒരിക്കലും തിരിച്ചു വരരുത് എന്നായിരുന്നു അവളുടെ ദുഷ്ടചിന്ത. വിക്രമും സുഹൃത്തുക്കളും ശരണമന്ത്രങ്ങൾ വിളിച്ചുകൊണ്ട് തന്നെ മുറ്റത്ത് നിന്നും പടിയിറങ്ങി. അവരുടെ രൂപം ഇരുട്ടിൽ മറയുന്നതുവരെ വേദ അവിടെ തന്നെ നോക്കി നിന്നു. അവളുടെ മനസ്സിൽ ഒരു ഉറച്ച തീരുമാനമുണ്ടായിരുന്നു. വിക്രം തിരിച്ചെത്തുന്നതിന് മുൻപ് തന്നെ എന്ത് വില കൊടുത്തും സുധാകരൻ മാഷിനെ കണ്ടെത്തണം. ആ വീടിൻ്റെ സന്തോഷം തിരിച്ചു പിടിക്കണം. അങ്ങനെ പിറ്റേന്ന് പുലർച്ചെ തന്നെ വേദ മാഷിനെ അന്വേഷിച്ചിറങ്ങി. വിക്രം കാടും മലയും താണ്ടി അയ്യപ്പ സന്നിധിയിലേക്ക് നീങ്ങുമ്പോൾ ഇവിടെ നഗരത്തിൽ ചതിയുടെ മറ്റൊരു വലിയ വല നെയ്യുകയായിരുന്നു. ചന്ദ്രശേഖരനും അവൻ്റെ മകൻ ശ്രീകാന്തും തങ്ങളുടെ നിഗൂഢമായ പ്ലാനുകൾ ചർച്ച ചെയ്യുകയായിരുന്നു. വിക്രം ഇവിടെ ഇല്ലാത്ത സമയം നമുക്ക് അനുകൂലമാണ്, ചന്ദ്രശേഖരൻ ഗൂഢസ്മിതയോടെ പറഞ്ഞു. അവൻ തിരിച്ചു വരുന്നതിനു മുൻപേ തന്നെ വേദ നിന്റെ വീട്ടിലെത്തിയിരിക്കണം. അവളെ നമുക്ക് വരുതിയിലാക്കണം. ശ്രീകാന്ത് തൻ്റെ അച്ഛൻ്റെ വാക്കുകളെല്ലാം ശരിവെച്ചു. അതെ അച്ഛ, സുധാകരൻ മാഷിനെ ഇനി ഇങ്ങനെ താമസിപ്പിക്കുന്നത് അപകടമാണ്. മാഷിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട വേദ നമ്മൾ പറയുന്നതെല്ലാം തന്നെ അനുസരിച്ചോളും. അവളുടെ അമ്മായച്ഛൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൾ ഏതറ്റം വരെയും പോവും. ക്രൂരമായ ഒരു ചിരി ചന്ദ്രശേഖരൻ്റെയും ശ്രീകാന്തിൻ്റെയും മുഖത്ത് വിരിഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ തൻ്റെ ഓഫീസിലേക്ക് പോവുകയായിരുന്ന വേദയെ വഴി മധ്യേ വെച്ച് ശ്രീകാന്തിൻ്റെ ഗുണ്ടകളെല്ലാം തട്ടിക്കൊണ്ടുപോയി. വിജനമായ ഒരു ഗോഡൗണിലെ മുറിയിൽ അവളെ കസേരയിൽ അങ്ങ് കെട്ടിയിട്ടു. അവളുടെ മുഖം ഒരു കറുത്ത തുണി കൊണ്ട് തന്നെ മറച്ചു വെച്ചിരുന്നു. തന്നെ എന്തിനാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്നോ ആരുടെ തടവിലാണോ താന് എന്നൊന്നും അറിയാതെ വേദ ആകെ തകർന്നു പോയിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം അങ്ങോട്ടേക്ക് ചന്ദ്രശേഖരനും ശ്രീകാന്തും എത്തി. അവർ കെട്ടിയിട്ടിരിക്കുന്ന വേദയെ നോക്കി പരിഹാസത്തോടെ ചിരിച്ചു. തുടർന്ന് അവർ തൊട്ടടുത്ത മുറിയിലെ തടവിലായിരുന്ന സുധാകര മാഷിൻ്റെ അടുത്തേക്ക് പോയി. ആഹാരമോ വെള്ളമോ ഒന്നും തന്നെ കൊടുക്കാതെ ആകെ അവശനായി ബെഞ്ചിൽ കിടക്കുകയായിരുന്നു മാഷ്. മൃതപ്രായക്കാരനായ അദ്ദേഹത്തിൻ്റെ അവസ്ഥ കണ്ടിട്ടും ആ അച്ഛനും മകനും തെല്ലും തന്നെ ദയ തോന്നിയിരുന്നില്ല. ഇയാൾക്കൊരു തുള്ളി വെള്ളം പോലും കൊടുത്തില്ലേ? ആകെ തളർന്നു പോയല്ലോ എന്ന് ശ്രീകാന്ത് പരിഹാസത്തോടെ ചോദിച്ചു. മാഷിൻ്റെ ജീവൻ പോയാൽ തങ്ങളുടെ പദ്ധതികൾ തകരുമെന്ന ഭയം മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. വേദയെ വരുതിയിലാക്കാനുള്ള ആയുധം മാത്രമായിരുന്നു അവർക്ക് സുധാകര മാഷ്. അതിനിടെ കഥയിൽ സങ്കീർണമായ ഒരു മാറ്റം സംഭവിക്കുകയായിരുന്നു. ശ്രീകാന്ത് തന്നോടൊപ്പം കൂടിയിരുന്ന വാസവൻ എന്ന ഗുണ്ടാനായകൻ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയിരിക്കുന്നു. ശ്രീകാന്ത് തന്നെ വഞ്ചിക്കുകയാണെന്നും തൻ്റെ കുടുംബത്തിൻ്റെ കാര്യത്തിൽ ശ്രീകാന്ത് കളിക്കുകയാണെന്നും വാസവൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. വാസവനും സംഘവും ആ ഒരു ഗോഡൗണിലേക്ക് ഇരിച്ചു കയറി. ശ്രീകാന്തിൻ്റെയും ചന്ദ്രശേഖരൻ്റെയും കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് തന്നെ വാസവൻ അവിടെ സംഹാര താണ്ഡവമാടി. ശ്രീകാന്തിനെ അയാൾ പിടികൂടി. എടാ, നീ എന്നെ പറ്റിക്കാമെന്ന് കരുതിയോ? എല്ലാവരെയും പറ്റിക്കുന്നത് പോലെ വാസവനെ നിനക്കങ്ങനെ പറ്റിക്കാനൊന്നും പറ്റില്ല. വാസവൻ്റെ വാക്കുകൾ ഒരു ഇടിമുഴക്കം പോലെയാണ് ആ മുറിയിൽ മുഴങ്ങിയത്. വാസവൻ ശ്രീകാന്തിനെ ക്രൂരമായി തന്നെ മർദ്ദിച്ചു. തൻ്റെ കുടുംബത്തെയും മകനെയും അപമാനിക്കാൻ ശ്രമിച്ച ശ്രീകാന്തിനോട് അയാൾക്ക് അടങ്ങാനാവാത്ത ദേഷ്യമായിരുന്നു. എടാ, എൻ്റെ മോനെ കൊണ്ട് നിൻ്റെ അനിയത്തിയെ കല്യാണം കഴിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നീ എന്നെ ചതിക്കാൻ നോക്കിയല്ലേ? വാസവൻ്റെ ഗുണ്ടകൾ ശ്രീകാന്തിൻ്റെ ആളുകളെല്ലാം തന്നെ അടിച്ചു തകർത്തു. അടിയേറ്റ് വീണ ശ്രീകാന്തിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ വാസവൻ വേദയുടെ കെട്ടുകളെല്ലാം തന്നെ അഴിച്ചു മാറ്റി. കണ്ണിലെ തുണി മാറ്റിയപ്പോൾ കണ്ട കാഴ്ച വേദയെ ശരിക്കും അങ്ങ് തളർത്തി കളഞ്ഞു. തന്നെ തട്ടിക്കൊണ്ടുവന്നത് താൻ വിശ്വസിച്ചിരിക്കുന്നവരാണെന്ന സത്യം അവൾക്ക് ഉൾക്കൊള്ളാനായില്ല. ഉടൻ തന്നെ അവൾ അടുത്ത മുറിയിൽ കിടക്കുന്ന സുധാകര മാഷിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. അച്ഛ അച്ഛ എന്നൊക്കെ വിളിച്ച് കരഞ്ഞു വിളിച്ചു കൊടുത്തനെ അവൾ നേരെ മാഷിൻ്റെ അടുത്തേക്ക് ചെന്ന് കൊടുത്തനെ മാഷിൻ്റെ കവിളിലൊക്കെ തട്ടി വിളിച്ചു. മൃതപ്രായക്കാരനായ മാഷ് പതിയെ കണ്ണുകൾ തുറന്നു. തൻ്റെ മുന്നിൽ നിൽക്കുന്ന വേദയെ കണ്ടപ്പോൾ ആ കണ്ണുകളെല്ലാം നിറഞ്ഞൊഴുകി. വാസവൻ അവർക്ക് രക്ഷകനായി തന്നെ അവിടെ നിന്നു. വേദ ദേഷ്യത്തോടെ ശ്രീകാന്തിൻ്റെ നേരെ തിരിഞ്ഞു. ഇതിന് നിങ്ങൾ എണ്ണി എണ്ണി മറുപടി പറയേണ്ടി വരും. ഇത് വേദയാണ് പറയുന്നത്. മേലാൽ എൻ്റെ കുടുംബത്തിൻ്റെ നേരെ നോക്കാൻ പോലും നിങ്ങൾ പേടിക്കും.
ഇതിനുള്ള ശിക്ഷ നിങ്ങൾ അനുഭവിച്ചിരിക്കും. വേദയുടെ വാക്കുകൾ ഒരു ശാപം പോലെയാണ് ശ്രീകാന്തിൻ്റെ കാതുകളിൽ പതിച്ചത്. സർവവും തകർന്നതുപോലെ ശ്രീകാന്ത് അവിടെ തന്നെ നിന്നു. ഇതേ സമയത്ത് തന്നെ വിക്രമിൻ്റെ പ്രാർത്ഥനകളെല്ലാം തന്നെ ഫലിച്ചതുപോലെ തന്നെ വഞ്ചനയുടെ കോട്ടകളെല്ലാം തകർന്നു വീഴുകയായിരുന്നു. ഭക്തിയും വിശ്വാസമുള്ളിടത്തോളം കാലം സത്യം ജയിക്കുക തന്നെ ചെയ്യും. ഇതേ സമയം വാസവന്റെ സഹായത്തോടു കൂടെ തന്നെ സുധാകരൻ മാഷിനെ താങ്ങി പിടിച്ചുകൊണ്ട് തന്നെ ആ ഗോഡൌണിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ വേദയുടെ ഉള്ളിൽ ആശ്വാസവും ഒപ്പം കത്തുന്ന കനൽ പോലെ പ്രതികാര ചിന്തയുമായിരുന്നു. മൃതപ്രായക്കാരനായ മാഷിനെ ഉടനെ തന്നെ അടുത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് അവൾ എത്തിച്ചു. മാഷിന്റെ ശരീരത്തിലെ മുറിവുകളേക്കാൾ ആഴത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിനേറ്റ മുറിവുകളെന്ന് വേദ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. വേദേ, എൻ്റെ മകൻ വിക്രം, മാഷ് ഇടറിയ സ്വരത്തിൽ തന്നെ മന്ത്രിച്ചു. അച്ഛ, വിക്രം മലക്ക് പോയിരിക്കുകയാണ്. അച്ഛൻ സുരക്ഷിതനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ ആ മലമുകളിൽ നിന്നും ആനന്ദ കണ്ണീര് പൊഴിക്കും. അച്ഛൻ പേടിക്കണ്ട, നമ്മൾ ജയിച്ചു. വേദ മാഷിന്റെ കൈകളിൽ ചേർത്ത് പിടിച്ചു പറഞ്ഞു. ഇതേ സമയം കഠിനമായ മലകയറ്റത്തിലായിരുന്നു വിക്രം. ശരണമന്ത്രങ്ങൾ ഉരുവിടുമ്പോഴും അവൻ്റെ ഉള്ളിൽ അച്ഛൻ്റെ മുഖം മാത്രമായിരുന്നു. ഓരോ കല്ലിലും മുള്ളിലും തട്ടുമ്പോൾ തൻ്റെ അച്ഛൻ എവിടെയോ അനുഭവിക്കുന്ന വേദന അവൻ തൻ്റെ ശരീരത്തിൽ തന്നെ ആവാഹിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. 18-ാം പടി ചവിട്ടുമ്പോൾ വിക്രമിൻ്റെ ഹൃദയം വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു. അയ്യപ്പസ്വാമിയുടെ വിഗ്രഹത്തിന് മുന്നിൽ തൊഴുതു നിൽക്കുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ തുള്ളി താഴേക്ക് വീണു. സ്വാമിയെ, എനിക്ക് മറ്റൊന്നും വേണ്ട, എൻ്റെ അച്ഛന് തിരികെ വേണം. എൻ്റെ വീടിൻ്റെ വെളിച്ചമണയാൻ നീ ഒരിക്കലും അനുവദിക്കില്ല എന്ന് എനിക്കറിയാം. വിക്രം ഉള്ളുരുകി തന്നെ പ്രാർത്ഥിച്ചു. അപ്പോഴും അവൻ്റെ ഫോണിലേക്ക് വേദിയുടെ കോൾ വന്നു. മലമുകളിൽ റേഞ്ച് കുറവായിരുന്നിട്ടും ആ സന്ദേശം അവനിലേക്കെത്തി. അച്ഛനെ കിട്ടി, അച്ഛൻ നമ്മുടെ കൂടെയുണ്ട്. വിക്രമിൻ്റെ ഉള്ളിൽ ഒരു വലിയ പർവ്വതം ഉരുകിയതുപോലെ തോന്നി. അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, സ്വാമിയേ ശരണമയ്യപ്പ. വീട്ടിൽ നന്ദിനിയാണെങ്കിൽ ആകെ പരിഭ്രാന്തിയിലായിരുന്നു. ശ്രീകാന്തിനെ വിളിച്ചിട്ടാണെങ്കിൽ ഫോണിൽ കിട്ടുന്നില്ല. ചന്ദ്രശേഖരൻ്റെ ഗുണ്ടകൾ പരാജയപ്പെട്ട വിവരം അവൾ അറിഞ്ഞിരുന്നില്ല. താൻ ചെയ്ത ചതികൾ വെളിച്ചത്താകുമോ എന്ന ഭയം അവളെ വേട്ടയാടാൻ തുടങ്ങി. കമലയുടെയും മറ്റുള്ളവരുടെയും കണ്ണിൽ നോക്കാൻ അവൾക്ക് ഭയമായിരുന്നു. അപ്പോഴാണ് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് സുധാകരൻ മാഷിനെയും കൊണ്ട് വേദ വീട്ടിലേക്ക് എത്തുന്നത്. ഉമ്മറത്ത് മാഷിനെ കണ്ട കമലമ്മ അലറിക്കരഞ്ഞുപോയി. ഒടുവിൽ മാഷിന്റെ കാലിൽ വീണ ആ അമ്മയുടെ കണ്ണുനീര് ആ വീടിന്റെ കാത്തിരിപ്പിന് അറുതി വരുത്തി. താൻ അച്ഛൻ എന്ന് വിളിച്ചിരുന്ന മനുഷ്യനെ ചതിച്ച നന്ദിനി ഒരു മൂലയിൽ പതുങ്ങി നിന്നു. വേദ അവളുടെ അരികിലേക്ക് നടന്നു ചെന്നു. ഒരു നിമിഷം ആ വീടങ്ങ് നിശബ്ദമായി. വേദയുടെ കണ്ണുകളിൽ അഗ്നി തിളങ്ങുന്നുണ്ടായിരുന്നു. എന്തിനായിരുന്നു നന്ദിനിയെടുത്തി നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത്? സ്വന്തം അച്ഛനെ മരണത്തിന് വിട്ടുകൊടുക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? വേദയുടെ ആ ഒരു ചോദ്യം കേട്ടതോടുകൂടി തന്നെ കമലമ്മ ആകെ ഞെട്ടിപ്പോയി. വേദ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫോണ് പുറത്തേക്കെടുത്തു. ശ്രീകാന്തും നന്ദിനിയും തമ്മിലുള്ള ആ ഒരു ഗൂഢാലോചനയുടെ റെക്കോർഡിങ്സ് എല്ലാം തന്നെ അവർ എല്ലാവർക്കും മുന്നിൽ കേൾപ്പിച്ചു കൊടുത്തു. സത്യം അങ്ങനെ ഓരോന്നോരോന്നായി പുറത്തു വന്നപ്പോൾ പിന്നെ നന്ദിനിക്ക് തലയുയർത്താൻ പോലും കഴിഞ്ഞില്ല. കമലമ്മ നേരെ നന്ദിനിയുടെ അടുത്തേക്ക് ചെന്ന് കൊടുത്തിനെ ആഞ്ഞൊരടി അങ്ങ് കൊടുത്തു. അത് ആ അമ്മയുടെ ഹൃദയത്തിൽ നിന്നുള്ള ആക്രോശമായിരുന്നു. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. വിക്രം മലയിറങ്ങി തിരിച്ച് വീട്ടിലേക്കെത്തി. വീട്ടിലേക്ക് തിരിച്ചെത്തിയ വിക്രം കണ്ടത് ഉമ്മർത്ത് ചാരുകസേരയിൽ പത്രം വായിച്ചിരിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട അച്ഛനെയായിരുന്നു. ആ കാഴ്ച വിക്രത്തിൻ്റെ സകല ദുഃഖങ്ങളും മായ്ച്ചു കളഞ്ഞു. അവൻ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ശ്രീകാന്തും ചന്ദ്രശേഖരനും പോലീസിൻ്റെ പിടിയിലായി. വാസവൻ നൽകിയ മൊഴി അവർക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത വിധം തന്നെ കുടുക്കമുള്ളതായി മാറി. നന്ദിനി തൻ്റെ തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് മാപ്പിരുന്നെങ്കിലും തകർന്നു പോയ വിശ്വാസം വീണ്ടെടുക്കാൻ അവൾക്കിനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. വേദ അങ്ങനെ ആ വീടിൻ്റെ മാലാഖയായി മാറി. അവളുടെ ധൈര്യവും വിക്രത്തിൻ്റെ വിശ്വാസവുമാണ് ആ കുടുംബത്തെ തകർച്ചയിൽ നിന്നും രക്ഷിച്ചത്. സന്ധ്യാനേരത്തെ വിളക്ക് കൊളുത്തി വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിക്രമും വേദയും അച്ഛനും അമ്മയും ഒന്നിച്ചായിരുന്നു. അങ്ങനെ വീട്ടിലെല്ലാവരും സന്തോഷത്തിലാണെങ്കിലും ഒരു മൂലയിൽ ഇരുട്ട് മൂടിയ മനസ്സുമായി നന്ദിനി കഴിഞ്ഞുകൂടി. താൻ ചെയ്ത ചതിയുടെ ആഴം അവളെ ഓരോ നിമിഷവും വേട്ടയാടിക്കൊണ്ടിരുന്നു. ഭക്ഷണം കഴിക്കാനോ ആരോടും സംസാരിക്കാനോ അവൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. ഒടുവിൽ ആ അർദ്ധരാത്രിയിൽ സഹിക്കാനാവാതെ അവൾ സുധാകരൻ മാഷിൻ്റെ മുറിയിലേക്ക് ചെന്നു. വിളക്കണഞ്ഞ ആ മുറിയിൽ അച്ഛൻ ശാന്തനായി ഉറങ്ങുകയായിരുന്നു. നന്ദിനി ആ പാദങ്ങളിൽ തൊട്ടുകൊണ്ട് തന്നെ പൊട്ടിക്കരഞ്ഞു. അച്ഛാ, അച്ഛൻ എന്നോട് ക്ഷമിക്കരുത്. ഞാൻ അത്രയും വലിയ തെറ്റാണ് ചെയ്തു കൂട്ടിയത്. പക്ഷേ ഈ വീടിന് പുറത്തേക്ക് പോവാനൊന്നും എനിക്കൊരിടമില്ല, അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് മാഷിൻ്റെ കൈ അവളുടെ തലയിലേക്ക് സ്പർശിച്ചു. മാഷ് ഉറങ്ങിയിരുന്നില്ല. മോളെ, മാഷ് വാത്സല്യത്തോടെ വിളിച്ചു. തെറ്റാർക്കും പറ്റാം, അത് തിരുത്താൻ കാണിക്കുന്ന മനസ്സാണ് വലുത്. നീ എൻ്റെ മകളല്ലേ. ഈ അച്ഛൻ നിന്നോട് എപ്പോഴേ ക്ഷമിച്ചു കഴിഞ്ഞു. മാഷിൻ്റെ ആ വലിയ മനസ്സിന് മുന്നിൽ നന്ദിനി ഉരുകിപ്പോയി. പിറ്റേന്ന് മുതൽ അവൾ പഴയ നന്ദിനി ആയിരുന്നില്ല.
വീട്ടുജോലികളും അമ്മയെ സഹായിക്കുന്നതിലും അവൾ സജീവമായിരുന്നു. നന്ദിനിയുടെ ഈ ഒരു മാറ്റം കമലത്തിൻ്റെയും വിക്രമിൻ്റെയും മനസ്സിലെ കയ്പ് കുറക്കാൻ തന്നെ സഹായിച്ചു. വേദക്ക് ഇതൊട്ടും തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ദിവസങ്ങൾക്കും ആഴ്ചകൾക്കും ശേഷം ആ വീട്ടിൽ സമാധാനത്തിൻ്റെ നിലാവുദിച്ചു. ഒരു രാത്രിയിൽ വീടിൻ്റെ ടെറസിൽ നക്ഷത്രങ്ങളെ നോക്കി നിൽക്കുകയായിരുന്നു വിക്രം. അവിടേക്ക് ഒരു ഗ്ലാസ് കാപ്പിയുമായി വേദ കടന്നു വന്നു. എന്താ സ്വാമി, മല ഇറങ്ങി വന്നിട്ടും അയ്യപ്പ ചിന്ത വിട്ടില്ലേ? വേദ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. വിക്രം കാപ്പി ഗ്ലാസ് വാങ്ങിച്ച് അവളുടെ കൈകളിൽ അങ്ങ് ചേർത്ത് പിടിച്ചു. അയ്യപ്പൻ എനിക്ക് വലിയൊരു നിധി തന്നു വേദ. അത് നീയാണ്. അച്ഛനെ എനിക്ക് തിരികെ കിട്ടിയത് നിന്റെ പോരാട്ടം കൊണ്ട് മാത്രമാണ്. നീ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും ഇവിടെ നിൽക്കില്ലായിരുന്നു. വേദ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു. നമ്മൾ ഒന്നിച്ചത് കൊണ്ടല്ലേ വിക്രം ഇതെല്ലാം തന്നെ സാധിച്ചത്. എനിക്ക് വേണ്ടത് ഈ സന്തോഷം മാത്രമാണ്. ഈ വീടിൻ്റെ ഐശ്വര്യം എന്നും ഇങ്ങനെ നിലനിൽക്കണം. അങ്ങനെ ആ നിലാവെളിച്ചത്തിൽ അവർ തമ്മിലുള്ള പ്രണയം പവിത്രമായ ഒരു അനുഭൂതിയിലേക്കായി മാറി. വിക്രം അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. ആ നിമിഷം അവർക്ക് ചുറ്റുമുള്ള ലോകം തന്നെ നിശബ്ദമായിരുന്നു. സ്നേഹത്തിൻ്റെ മന്ത്രങ്ങൾ മാത്രം അവിടെ മുഴങ്ങുന്നുണ്ടായിരുന്നു. പിന്നീടങ്ങനെ അടുത്ത ദിവസം രാവിലെ വീടിൻ്റെ മുറ്റത്ത് ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുമ്പോൾ സുധാകരൻ മാഷ് പറഞ്ഞു, നമുക്ക് അടുത്ത ആഴ്ച ഒരു കുടുംബസമേതം തന്നെ അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് പോകണമെന്ന്. നന്ദിനിയും നമ്മുടെ കൂടെ വരണം. വരാനിരിക്കുന്ന നല്ല കാര്യങ്ങൾക്കെല്ലാം തന്നെ നന്ദി പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ആ സന്നിധിയിൽ പോകാമെന്ന് പറയും. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടി തന്നെ അതിന് സമ്മതിച്ചു. ചതിയുടെയും വഞ്ചനയുടെയും കറുത്ത ദിനങ്ങളെല്ലാം തന്നെ അവസാനിച്ചു. അങ്ങനെ പവിത്രം സീരിയലിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ ആയിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള നല്ല ട്വിസ്റ്റ് തിരഞ്ഞ എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.